രണ്ടു കാര്യങ്ങൾ. സുപ്രീം കോടതി BJPയുടെ കുത്തിന് പിടിച്ചതോടെ ലഭ്യമായ സംഭാവനകളിൽ പകുതിയിൽ താഴെയായി BJPക്ക് കുറഞ്ഞിരിക്കുകയാണ്. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഭരണഘടനാ വിരുദ്ധമെന്ന് തന്നെ ആണയിട്ട് ഉറപ്പിച്ചു പറഞ്ഞുകൊണ്ടാണ് അന്നത്തെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരുന്ന DY ചന്ദ്രചൂഡ് BJP കൊണ്ടുവന്ന പണമിരട്ടിക്കൽ പരിപാടിക്ക് കുച്ചുവിലങ്ങിട്ടത്. അത് ഏറ്റു എന്ന് തന്നെ പറയാം. ഇതോടെ BJPയുടെ പെട്ടിയിൽ വീഴുന്ന ഇലക്ട്രൽ ബോണ്ട് സംഭാവന പകുതിയിൽ താഴെയായി കുറയുകയാണ് ഉണ്ടായത്. എന്നാൽ ഇവിടെ BJP തകർന്നു എന്നല്ല, മറ്റൊരു വഴിയിലൂടെ BJP വീണ്ടും അവരുടെ വരുമാനം കൂട്ടിയിരിക്കുകയാണ്. ആ വർധനവ് കണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പോലും കണ്ണു തള്ളുകയാണിപ്പോൾ. ഇതാണ് രണ്ടാമത്തെ കാര്യം. അതായത് 2023-24 BJPക്ക് സംഭാവനയായി ലഭിച്ചത് 3967 കോടി, അഥവാ 87% വർധനവാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. കൃത്യമായി പറഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി 2023-24 BJPക്ക് സംഭാവനയായി ലഭിച്ചത് 3967 കോടി രൂപ. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 87% വർധനവുണ്ടായത്. അതും സംഭാവനയാക്കി മാറ്റിയിരിക്കുകയാണ്. അതേസമയം പാർട്ടിയുടെ മൊത്തം സംഭാവനകളിൽ ഇലക്ട്രൽ ബോണ്ടുകളുടെ വിഹിതം പകുതിയിൽ താഴെയായി കുറഞ്ഞു. എന്നിട്ട് പോലും 87% വർധനവ് BJPക്ക് ഉണ്ടായിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞൊരു കാര്യവും ഇത് തന്നെയാണ്. 2023-24 BJPയുടെ വാർഷിക ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങൾ പറയുന്നതും. അത് കണ്ട് തന്നെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ വേളയിൽ കണ്ണു തള്ളിപ്പോകുന്നതും. അതായത് ഒരിടത്ത് BJPയുടെ ഒരു വഴി സുപ്രീം കോടതി അടച്ചു കഴിഞ്ഞു. എന്നാൽ അവർ മറ്റൊരു വഴി ഇപ്പോൾ തുറന്നിരിക്കുകയാണ്. അതിനുള്ള എല്ലാ പോംവഴികളും അവർ നിയമത്തിന്റെ പഴുതുകൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഉണ്ടാക്കി തീർക്കുകയും ചെയ്യുകയാണ്. അതിനൊന്നും BJPക്ക് യാതൊരു മടിയുമില്ല എന്ന് വേണം പറയാൻ. 2022-23 2120.06 കോടി രൂപയിൽ നിന്ന് 2023 3967.14 കോടി രൂപയായി BJPക്ക് അവരുടെ ലഭിച്ച സംഭാവനകൾ വർദ്ധിച്ചിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തിങ്കളാഴ്ച പ്രസിദ്ധീകരിച്ച വാർഷിക റിപ്പോർട്ടാണ് ഇത് മുഴുവൻ കാണിക്കുന്നത്. ഈ റിപ്പോർട്ട് പ്രകാരം 1685.62 കോടി രൂപ ഇലക്ട്രൽ ബോണ്ടുകളുടെ രൂപത്തിൽ തന്നെയാണ് BJPക്ക് ലഭിച്ചത്. അതായത് മൊത്തം സംഭാവനയുടെ 43%. ഇനി 2022-23 പാർട്ടിക്ക് ഇലക്ട്രൽ ബോണ്ടുകളുടെ രൂപത്തിൽ 1294.14 കോടി രൂപ ലഭിച്ചിരുന്നു. അതായത് മൊത്തം സംഭാവനയുടെ 61%. അവിടെ നിന്ന് 43ലേക്ക് ഇലക്ട്രൽ ബോണ്ട് കുത്തനെ താഴ്ന്നിരിക്കുകയാണ്. രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകുന്ന ഇലക്ട്രൽ ബോണ്ട് പദ്ധതി സുപ്രീം കോടതി റദ്ദാക്കിയിരുന്നു. ഭരണഘടനാ വിരുദ്ധമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ 5 അംഗ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി വന്നതും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ് വർഷമായിരിക്കെ പൊതുപ്രചാരണത്തിനായുള്ള BJPയുടെ ചെലവ് മുൻവർഷത്തെ അപേക്ഷിച്ച് 1092.15 കോടി രൂപയിൽ നിന്ന് 1754.06 കോടി രൂപയായി ഉയർന്നതാണ് ഇതേ റിപ്പോർട്ട് പറയുന്നത്. ഇതിൽ 591.39 കോടി രൂപയും പരസ്യങ്ങൾക്കാണ് ചെലവഴിച്ചിട്ടുള്ളത്. അതായത് ഒരിടത്ത് സുപ്രീം കോടതി BJPയുടെ കുത്തിന് പിടിച്ചപ്പോൾ, ആ വഴി അടഞ്ഞു എന്ന് മനസ്സിലായപ്പോൾ, ഇലക്ട്രൽ ബോണ്ട് ഇല്ല എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അടുത്തത് BJPയുടെ പരിപാടി സംഭാവനകളുടെ പെട്ടി നിറക്കലായി. ഒന്നടഞ്ഞാൽ മറ്റൊന്ന്. ഇത് BJP ചെയ്യുക തന്നെ ചെയ്യും.